ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ വീട്ടിൽ എനിക്കൊരു പുതിയ ജീവിതം തന്നത് ഏട്ടത്തിയാ. പലപ്പോഴും ഏട്ടത്തിയായിട്ടല്ല, അമ്മയായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളെ വിട്ട് പോവല്ലേ ഏട്ടത്തി. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല. അർച്ചന, താൻ എന്തായി കാണിക്കുന്നേ? മനസ്സ് കൈവിട്ടു പോയപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി? താൻ എന്നോട് ക്ഷമിക്കേ. സംഭവിച്ചെല്ലാം ഞാൻ പറയാം. അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞല്ലോ സച്ചേട്ടാ. അർച്ചന പ്ലീസ്. തടയരുത്, എനിക്ക് പോയേ പറ്റൂ. ചേച്ചി, ചേച്ചി പോവരുത്. ചേച്ചി പോയാ ഈ വീട്ടുകാരുടെ ജീവിതത്തെക്കുറിച്ച് ചേച്ചി ഓർക്കുന്നുണ്ടോ? ദയവേത് ചേച്ചി പോവരുത്. ഈ കുടുംബം തകർക്കരുത്. ആർക്കിടയിലായാലും വിശ്വാസം നഷ്ടപ്പെട്ട അത് തിരിച്ചു പിടിക്കാൻ സാധിക്കും. പക്ഷെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അതൊരിക്കലും പറ്റില്ല. നമ്മുടെ ജീവിതം നമ്മളോട് പറയുന്ന ഒരു വലിയ കള്ളം എന്താണെന്നറിയോ മൂക്ക? എപ്പോഴും എല്ലാവരും കൂടെ ഉണ്ടാവുന്നു. ഒരിക്കലുമില്ല. നമുക്ക് നമ്മളേ ഉള്ളൂ. അത് മനസ്സിലായ പിന്നെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് നല്ലത്. എന്റെ ജീവിതം എന്റേത് മാത്രം. അതിൽ മറ്റാർക്കും ഒരു പങ്കുമില്ല. ഞാൻ ഇറങ്ങാം. ഇവളെയും കുറച്ച് തുണികളും അല്ലാതെ വേറൊന്നും ഞാൻ എടുക്കുന്നില്ല. ചേച്ചി, എന്താ എന്താ സച്ചേട്ടാ?
മോളെ, ഞങ്ങളെയൊക്കെ അനാഥരാക്കി നീ പോവുകയാണോ? അർച്ചന, എന്ത് പ്രശ്നമായാലും നമുക്കത് പരിഹരിക്കാം. പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഒരു പ്രശ്നവുമില്ല. അച്ഛന്റെ അവസ്ഥ നിനക്കറിയാലോ. ഏട്ടൻ പറയുന്നത് കേക്ക് മോളെ. സച്ചിയെ കൊണ്ട് ഏട്ടൻ മോളോട് മാപ്പ് പറയിക്കാം. എന്നാലും മോള് ഞങ്ങളെ വിട്ടു പോകരുത്. നന്ദേട്ടാ, ഇതുവരെ ഈ കുടുംബത്തെക്കുറിച്ച് എന്റെ ഉള്ളിൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ അതില്ല. ഈ വീട്ടിലെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ സ്ഥാനത്ത് സന്ധിച്ചു വന്നു. നന്ദേട്ടന്റെ ജീവിതത്തിന് ഒരു സമാധാനം ഉണ്ടായി. ഇനി അച്ഛന്റെ കാര്യങ്ങൾ നോക്കാനും ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനും സന്ദേശിക്ക് കഴിയും. ഇല്ല അർച്ചനെ, നിനക്ക് പകരാവാൻ എനിക്കൊരിക്കലും സാധിക്കില്ല. ഈ വീടിന്റെ വിളക്ക് നീ പോവരുത്. മോളെ, ആരും ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. എല്ലാവർക്കും എന്നും ഒരുമിച്ച് ജീവിക്കാനൊന്നും കഴിയില്ല. നാളെ ഞാനങ്ങ് മരിച്ചുപോയാലും നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിച്ചല്ലേ പറ്റൂ. ഏട്ടത്തി, അങ്ങനൊന്നും പറയല്ലേ. പറയാതിരുന്നാലും സത്യം സത്യമല്ലാതാവില്ലല്ലോ മോളെ. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരും ഒരിക്കലും പിരിയില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചവരും ഒക്കെ ഒരു ദിവസം നമ്മളെ വിട്ടുപോകും. എന്നുവെച്ച് അവരുടെ കൂടെ മരിക്കാൻ നമുക്ക് പറ്റുമോ? ജീവിച്ചല്ലേ പറ്റൂ. അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ കുറച്ചു ദിവസം നിൽക്കും, പിന്നെ ഇടയ്ക്കിടെ ഓർക്കും. ഒടുവിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഒരു ദിവസം ഇല്ലാണ്ടാവും. അതാണ് ജീവിതം. ഏട്ടത്തി, ഈ വീട്ടിൽ എനിക്കൊരു പുതിയ ജീവിതം തന്നത് ഏട്ടത്തിയാ. പലപ്പോഴും ഏട്ടത്തിയായിട്ടല്ല, അമ്മയായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങളെ വിട്ട് പോവല്ലേ ഏട്ടത്തി. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവുമില്ല.